ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ ഏറ്റവും വലിയ ഹിന്ദു തീവ്ര സംഘടന ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം RSS എന്നായിരിക്കും. RSS പല ഘട്ടത്തിലും അവരുടെ മാസികകളിലൂടെയും അവരുടെ നേതാക്കളുടെ പ്രസംഗങ്ങളിലൂടെയും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാദ്യമായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജാതി വ്യവസ്ഥയെ പരസ്യമായി പുകഴ്ത്തിക്കൊണ്ട് അതിൻ്റെ മഹത്വം വിവരിച്ചുകൊണ്ട് RSS ഒരു എഡിറ്റോറിയൽ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. RSSുമായി ബന്ധമുള്ള പാഞ്ചജന്യ എന്ന മാസികയാണ് ഒരു എഡിറ്റോറിയൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ അടക്കം ആ എഡിറ്റോറിയൽ ഇപ്പോൾ വലിയ വാർത്തയായി നൽകുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ എഡിറ്റോറിയലിൽ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണ് ജാതി വ്യവസ്ഥ ഒരു മഹത്തായ സംഭവമാണ് എന്നും ജാതി വ്യവസ്ഥ ഇന്ത്യയിലെ വിവിധ ക്ലാസുകളെ ജോലിയുടെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബന്ധിപ്പിക്കുന്ന ചങ്ങലയാണ് എന്ന് പോലും പറഞ്ഞു വയ്ക്കുകയാണ് RSS നേതൃത്വം. ഇതൊരു ലേഖനമായിരുന്നുവെങ്കിൽ, പാഞ്ചജന്യ മാസികയിൽ വന്ന ഒരു ലേഖനമായിരുന്നുവെങ്കിൽ അത് എഴുതുന്ന ആളുടെ അഭിപ്രായമായി മാത്രമേ കണക്കാക്കപ്പെടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ RSSന്റെ മുഖമാസിക എന്ന് പറയാൻ കഴിയുന്ന പാഞ്ചജന്യയിൽ വന്ന ഈ എഡിറ്റോറിയൽ, ആ എഡിറ്റോറിയൽ ബോർഡിൻ്റെ, അതായത് RSS നേതൃത്വത്തിൻ്റെ നയങ്ങളുടെ കൃത്യമായ പ്രതിഫലനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ ലേഖനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ RSS നേതൃത്വം ശ്രമിക്കുന്നത് ജാതി വ്യവസ്ഥ ഒരു മഹത്തായ സംഗതിയാണ് എന്നും അതിനെ ഒരു തരത്തിലും നമ്മൾ അപമാനിക്കാനോ അവഹേളിക്കാനോ പാടില്ല എന്നും പറഞ്ഞു വയ്ക്കാനാണ്. RSS നേതൃത്വം ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊരു ചങ്ങലയാണെന്നാണ്. ഇന്ത്യയിലെ വിവിധ ജാതികളെ ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങലയാണ് എന്നാണ്. ചങ്ങലയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. കാര്യം മുകളിലുള്ളവർക്ക് താഴെ വരുന്ന അവർണരെ അടിച്ചമർത്താനുള്ള ചങ്ങലയാണ് ജാതി വ്യവസ്ഥ എന്ന് അംബേദ്കർ വളരെ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ അംബേദ്കറിൻ്റെ നാട്ടിൽ അംബേദ്കർ എഴുതിയ ഭരണഘടനയ്ക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വഷളത്തരങ്ങളാണ് ഇപ്പോൾ RSS എഴുതി വയ്ക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. RSS ഈ ലേഖനത്തിൽ, ഈ എഡിറ്റോറിയലിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, മുഗളന്മാർ ജാതി വ്യവസ്ഥയെ വാളുകൊണ്ട് നേരിട്ടു എന്നും ക്രിസ്ത്യൻ മിഷണറിമാർ അതിനെ സേവനവും പരിഷ്കരണവും കൊണ്ട് നേരിട്ടു എന്നുമാണ്. അതായത് എങ്ങനെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ നിലകൊണ്ട കൂട്ടരെയെല്ലാം ഇന്ത്യയുടെയും ഹിന്ദുക്കളുടെയും ശത്രുക്കളായി RSS ചിത്രീകരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ലേഖനമെന്ന് പറയാൻ സാധിക്കും. RSSന്റെ ഈ നയം വളരെ മുൻപേ തന്നെ അവർ പ്രകടമാക്കിയിട്ടുള്ളതാണ്. കുറച്ചു പിന്നിലേക്ക് പോയാൽ 2014 നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് അവർ അന്ന് തന്നെ പുറത്തുവിട്ടിരുന്നു. RSS പല ഘട്ടങ്ങളിലും ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാറുണ്ട് എങ്കിലും ഇത്ര പരസ്യമായി ജാതി വ്യവസ്ഥയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഇതാദ്യമായാണ്. പക്ഷേ 2014 നരേന്ദ്രമോദി സർക്കാർ, RSSകാരനായ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ NCERT പാഠപുസ്തകങ്ങളിൽ നിന്നും ആദ്യം നീക്കം ചെയ്യുന്ന പാഠഭാഗം അത് മുഗളന്മാരെ കുറിച്ചുള്ളതോ ഗാന്ധിവധത്തെ കുറിച്ചുള്ളതോ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ളതോ പോലും ആയിരുന്നില്ല. അത് ജാതി വ്യവസ്ഥയെക്കുറിച്ചും ജാതി വിരുദ്ധ പോരാട്ടങ്ങളെ കുറിച്ചുമുള്ള ചരിത്രമായിരുന്നു ആദ്യം NCERT പാഠപുസ്തകത്തിൽ നിന്നും RSS നേതൃത്വം നീക്കാൻ ഏറ്റവും കൂടുതൽ തയ്യാറായത്. അതായത് ജാതി എന്ന യാഥാർത്ഥ്യത്തെ, ഇന്ത്യയെ പലതായി കീറി മുറിക്കുന്ന, ഇന്ത്യയിലെ മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ പോലും അനുവദിക്കാതെ പല തട്ടുകളിലായി തിരിക്കുന്ന ജാതി വ്യവസ്ഥയെ പരസ്യമായി ആരാധിക്കുന്നവരാണ് തങ്ങളെന്ന് പറയാൻ പോലും RSS നേതൃത്വത്തിന് ഒരു മടിയുമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കാര്യം RSS അതിൻ്റെ തുടക്കകാലം മുതൽ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ വെള്ളപൂശാനാണ്. അതിന് കാരണം RSSന്റെ തലപ്പത്ത് എപ്പോഴും ഉള്ളത് സവർണ വിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയായിരുന്നു. RSSന്റെ സർസംഘചാലകരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാണ്. RSSന്റെ സർസംഘചാലക ആയിട്ടുള്ള ഏക അബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു ക്ഷത്രിയ വിഭാഗക്കാരനായ വ്യക്തിയായിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ ഇപ്പോഴത്തെ RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് അടക്കമുള്ള മുഴുവൻ മനുഷ്യരും
ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരോ സവർണ സമുദായങ്ങളിൽപ്പെട്ടവരോ ആയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ RSS ഇന്ത്യയിലെ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ജാതി സെൻസസിനെതിരെ പോലും ഈ ലേഖനത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ജാതി സെൻസസ് ഇന്ത്യയുടെ നിലവിലത്തെ യാഥാർത്ഥ്യത്തിൽ ഒരു അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യം ഉൾപ്പെടെ പാർലമെന്റിൽ ജാതി സെൻസസിന് വേണ്ടി പല ആവർത്തി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം വരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. RSSന്റെ ഈ വെള്ളപൂശൽ പൊളിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു കണക്ക് പരിശോധിച്ചാൽ മതിയാവും. 2022 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ദളിതർക്കെതിരായ അതിക്രമങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയാണ്. 2021 താരതമ്യപ്പെടുത്തുമ്പോൾ 13.1% വർധനമാണ് ദളിതർക്കെതിരായ അതിക്രമങ്ങളിൽ രാജ്യത്തുണ്ടായിരിക്കുന്നത്. ഇനി രാജ്യത്ത് ദളിതർക്കെതിരായ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ അരങ്ങേറുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള ഉത്തർപ്രദേശാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ ദളിതർ പീഡിപ്പിക്കപ്പെടുന്ന സംസ്ഥാനവും ഒന്ന് തന്നെയാവുന്നത് യാദൃച്ഛികമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജാതി വ്യവസ്ഥയെ പുകഴ്ത്തിയും തലോടിയും ഒക്കെ RSS ഇങ്ങനെ ലേഖനങ്ങൾ പുറത്തുവിടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും RSSന്റെ ജാതി ബോധം തെളിയിക്കുന്ന ലേഖനമാണ് ഇപ്പോൾ പാഞ്ചജന്യയിൽ വന്നിരിക്കുന്നത്. പാഞ്ചജന്യയിൽ വന്ന ഈ ലേഖനത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ അംബേദ്കറൈറ്റുകളും മറ്റ് പുരോഗമനവാദികളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്.